Good morning students. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ LLP എന്നുള്ള ചാപ്റ്ററാണ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ LLPയിൽ നമ്മൾ ഏതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്നുള്ള ടോപ്പിക്ക് വരെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അടുത്ത ടോപ്പിക്കായി ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമുക്ക് ഈ ക്ലാസ്സിൽ തുടങ്ങാനുള്ളത് അല്ലേ. അപ്പം ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചെങ്കിൽ അതിനെപ്പറ്റി ഷോർട്ടായിട്ട് പറഞ്ഞു തരാം. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് വായിച്ചിട്ട് അതിലത്തെ പറയാം അല്ലേ. അപ്പോൾ ഇൻകോർപ്പറേഷൻ ആൻഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പാർട്ട്നേഴ്സാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വരുന്നത് വെച്ചെങ്കിൽ, പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് മെൻ ബൈ പാർട്ട്ണർഷിപ്പ് അക്കോർഡിംഗ് ടു സെക്ഷൻ 4 ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് അല്ലേ 1932 ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരം രണ്ടോ രണ്ടിൽ കൂടുതൽ ആൾക്കാർ കൂടിച്ചേർന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനെയാണ് നമ്മളിത് പറയുക പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചെങ്കിൽ ഇൻകോർപ്പറേഷൻ ബൈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ പാർട്ട്നേഴ്സാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്ണറായിട്ട് വരുന്നത് വെച്ചെങ്കിൽ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ വെച്ചെങ്കിൽ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഫോം ഫില്ല് ചെയ്ത് നമ്മൾ ആരെ സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം അല്ലേ. അപ്പോഴാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഒരു നിയമപ്രകാരമുള്ള ഒരു സ്ഥാപനമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അത് ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത് ആരാണത് ചെയ്യാൻ നമ്മൾ പറയുന്നത്? അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി അല്ലേ. ഇവർക്കാണ് അതിനുള്ള റൈറ്റ് ഉള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫോം രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏതൊക്കെ പാർട്ട്നേഴ്സാണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലുള്ളത് വെച്ചെങ്കിൽ അവരുടെ നെയിം, അഡ്രസ്സ്, അതേമാതിരി തന്നെ എന്താണ് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേര് വെച്ചെങ്കിൽ അത്രയും ഡീറ്റെയിൽസ് ആയുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് നമുക്ക് ആ പാരഗ്രാഫിൽ പറയുന്ന ഷോർട്ടായിട്ട് നമുക്ക് മലയാളത്തിൽ പറയുകയെങ്കിൽ പറയാനുള്ളത് അല്ലേ. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് ആരംഭിക്കുന്നത് വെച്ചെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ആ പ്രിസ്ക്രൈബ്ഡ് ഫോം, ഓരോ സ്ഥാപനം തുടങ്ങുമ്പോൾ ഒരു ഫോം ഉണ്ട്, ആ പ്രിസ്ക്രൈബ്ഡ് ഫോം ഫില്ല് ചെയ്ത് രജിസ്ട്രാറെ സമർപ്പിക്കണം അല്ലേ. അത് സമർപ്പിക്കാൻ റൈറ്റ്സ് ഉള്ളവരാരൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അതിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഇൻകോർപ്പറേഷൻ ബൈ രജിസ്ട്രേഷൻ എന്നുള്ളത് നോക്കുക കേട്ടോ. In order to incorporate an LLP, 2 or more persons associated for carrying on a lawful business with a view to profit shall subscribe their names to an incorporation document അല്ലേ. ഏത് സ്ഥാപനത്തിൻ്റെ പേര് എന്താ വെച്ചെങ്കിൽ ആ പേര് നമ്മൾ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇറ്റ് ഷാൾ ബി ഫിൽഡ് വിത്ത് ദി പ്രിസ്ക്രൈബ്ഡ് ഫീ, എത്രയാണ് ഫീസ് പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ഫീസ് അടയ്ക്കുക. ഓർ ഇൻ ദ മാനർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ രജിസ്ട്രാർ, ആ രജിസ്ട്രാർ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഓഫ് ദി സ്റ്റേറ്റ് വേർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് LLP ഈസ് സിറ്റുവേറ്റഡ്. പിന്നെ എ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം ഷുഡ് ഓൾസോ ബി ഫിൽഡ് അലോങ് വിത്ത് ദി ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ് which states that all the requirements of the acts and rule have been complied with in the case of incorporation. The statement should be made by either ആരാണ് ഇനി നമ്മൾ പറഞ്ഞു റൈറ്റ് ഉള്ളത് അല്ലെ, അഡ്വക്കേറ്റ്സ് അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് അല്ലേ, അവർക്കാണ് അതിനുള്ള റൈറ്റ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? നമ്മളിത് ഈ രജിസ്ട്രാർക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. നെയിം ഓഫ് ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൻ്റെ പേര് എന്താ വെച്ചെങ്കിൽ അത്, നേച്ചർ ഓഫ് ദി പ്രപ്പോസ്ഡ് ബിസിനസ്, നേച്ചർ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് നമ്മൾ ആരംഭിക്കുന്നത് വെച്ചെങ്കിൽ അത്, അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ്, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി പാർട്ട്നേഴ്സ്, പിന്നെ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആൻഡ് അതർ മാറ്റേഴ്സ് ഇൻസിഡൻ്റൽ thereto. ഇത്രയാണ് ഇൻകോർപ്പറേഷൻ ബൈ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, ഇഫക്ട്സ് ഓഫ് രജിസ്ട്രേഷൻ. ഇപ്പം നമ്മളൊരു സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടാണ് ആരംഭിക്കുന്നത് വെച്ചെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. ഒരു സ്ഥാപനം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് ആരംഭിച്ചു അല്ലേ, അപ്പം നമുക്ക് അതുകൊണ്ടുള്ള നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ കേസ് കൊടുക്കുന്നതിനുള്ള റൈറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് അക്വയർ ചെയ്യുക, ഓൺ ചെയ്യുക, ഹോൾഡ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ അത്യാവശ്യം വരികയാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. പിന്നെ കോമൺ സീൽ ഉണ്ടായിരിക്കും. അതേമാതിരി എന്താ പറഞ്ഞത്, ഡൂയിങ് ആൻഡ് സഫറിങ് സച്ച് അതർ തിങ്സ് ആസ് എ ബോഡി കോർപ്പറേറ്റ് ലോഫുൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ലോഫുള്ളായിട്ട് നിയമപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇഫക്ട്സ് ഓഫ് രജിസ്ട്രേഷൻ. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഒരു സ്ഥാപനം ആരംഭിക്കുന്നത് വെച്ചെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ സ്യൂയിങ് ആൻഡ് ബീയിങ് സ്യൂഡ്,
നെക്സ്റ്റ് വൺ acquiring, owning, holding and developing or disposing of property whether movable or immovable അല്ലെങ്കിൽ tangible or intangible. പിന്നെ നമ്മൾ പറയുന്നത് ഹാവിങ് എ കോമൺ സീൽ, ആ സ്ഥാപനത്തിന് ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും. ഇഫ് ഇറ്റ് ഡിസൈഡ് ടു ഹാവ് വൺ. പിന്നെ ഡൂയിങ് ആൻഡ് സഫറിങ് സച്ച് അതർ ആക്ട് ഓർ തിങ്സ് ആസ് ബോഡി കോപ്പറേറ്റ് മേ ബി ലോഫുൾ ഡു ആൻഡ് സഫർ. എല്ലാ കാര്യങ്ങളും ലോഫുള്ളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി പെനാൾട്ടി, നമ്മൾ ഇംപ്രോപ്പറായിട്ട് വേറൊരു സ്ഥാപനത്തിൻ്റെ നെയിം ഉപയോഗിക്കുക, ഇംപ്രോപ്പറായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അതുകൊണ്ടുള്ള പെനാൾട്ടി എന്താണ് എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുകയും പണിഷ്മെൻറ്റ് ഫലമായിട്ട് നമ്മൾ എത്ര രൂപ അടയ്ക്കണം എന്നാണ് പറയുന്നത്, 50,000 rupees അല്ലെങ്കിൽ 5 lakh രൂപ വരെയാണ് നമുക്ക് പെനാൾട്ടി ആയിട്ട് അടയ്ക്കാനുള്ളത് എന്നുള്ളതാണ് അതിൽ പറയുന്നത് കേട്ടോ. ആ ടോപ്പിക്കിൽ പറയാൻ അതിന് എന്താണ് പറയുന്നത് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞു തന്നതാണ്. ഇനി വായിച്ചിട്ട് പറയാം കേട്ടോ, നോക്കാം. പെനാൾട്ടി ഫോർ ഇംപ്രോപ്പർ യൂസ് ഓഫ് ദി വേർഡ്സ് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഓർ LLP അല്ലേ. നമ്മൾ ശരിയായ തരത്തിലല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള പെനാൾട്ടി എന്താണ് നമുക്ക് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇഫ് എനി പേഴ്സൺ ഓർ പേഴ്സൺ ക്യാരി ഓൺ ബിസിനസ് അണ്ടർ എനി നെയിം ഓർ ടൈറ്റിൽ അല്ലേ, പ്രത്യേകിച്ച് പേരൊന്നും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഏതെങ്കിലും പേരിൽ ഏതെങ്കിലും ടൈറ്റിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിന് നമ്മൾ പെനാൾട്ടി ആയിട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, ലാസ്റ്റായിട്ട് ബി പണിഷബിൾ വിത്ത് എ ഫൈൻ, നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. which shall not be less than 50,000 rupees but which may be extend to ഏത് വരെ വരാം, 5 lakh rupees അല്ലേ. 5 lakh rupees 50,000 മുതൽ 5 lakh rupees വരെ നമുക്ക് പെനാൾട്ടി ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരുന്നു. ഇനി നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പറഞ്ഞത് പാർട്ട്നേഴ്സ് ആൻഡ് ദ റിലേഷൻ എന്നുള്ള ടോപ്പിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ പാർട്ട്നേഴ്സ് അവർ ഇപ്പോൾ പല തരത്തിൽ ABCD അങ്ങനെ പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ ആൾക്കാർ കൂടിച്ചേർന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്നേഴ്സിൻ്റെ റിലേഷൻ എങ്ങനെയൊക്കെയാണ്, പാർട്ട്നേഴ്സ് ആൻഡ് ദ റിലേഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ പാർട്ട്നേഴ്സ് ആൻഡ് ദ റിലേഷനിൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ ഓരോ പാർട്ട്നേഴ്സിനും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ആ ടോപ്പിക്കിൽ എന്താ പറയുന്നതെന്ന് ജനറലായിട്ട് പറഞ്ഞു തരാണ്, ശ്രദ്ധിക്കുക, എന്നിട്ട് വായിച്ചിട്ട് പറയാം. ആദ്യം നമ്മൾ പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും, ഓരോ പാർട്ട്നേഴ്സിനും എന്തൊക്കെയാണ് റൈറ്റ്സ് പറഞ്ഞ അധികാരങ്ങൾ, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അതാണ് പാർട്ട്നേഴ്സ് ആൻഡ് ദ റിലേഷൻ. അപ്പോൾ നോക്കുക, ഓൺ ദി ഇൻകോർപ്പറേഷൻ ഓഫ് എൻ LLP ദി പേഴ്സൺ ഹൂ സബ്സ്ക്രൈബ് ദർ നെയിം ടു ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ് ഷാൾ ബി ഇസ് പാർട്ട്നേഴ്സ് or and any other person can become a partner according to the LLP agreement. The rights and duties of the partners, എന്തൊക്കെ റൈറ്റ്സ് ആണ് എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ് ഓരോ പാർട്ട്നേഴ്സിനും ഉള്ളത് എന്നുള്ളത്. and the partnership, the partners are according to the terms and condition of the partnership agreement ൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഓരോരുത്തർക്കും എന്തൊക്കെ റൈറ്റ്സും ഡ്യൂട്ടീസുമാണ് ചെയ്യാൻ. അത്രയേ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഇതിൽ. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, ഇത്ര മാത്രമേ നമുക്കത് പറയാനുള്ളൂ. ഇഫ് എനി ചേഞ്ച്, ഇനി നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് നമ്മൾ തുടക്കത്തിൽ ഉണ്ടാക്കുന്നു, അതിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് രജിസ്ട്രാറെ അറിയിക്കേണ്ടതാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പറയാനുള്ളത്. ഇഫ് എനി ചേഞ്ച് ഈസ് മെയ്ഡ് ഇൻ ദി പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ്, പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ വല്ല ചേഞ്ചും വരികയാണെങ്കിൽ ഇറ്റ് ഷാൾ ബി ഫിൽഡ് വിത്ത് ദ രജിസ്റ്റർ ഇൻ സച്ച് എ ഫോം ആൻഡ് മാനർ അക്കമ്പനീഡ് ബൈ എ ഫീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നമ്മളത് രജിസ്ട്രാറെ അറിയിക്കുകയും അതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തുക, എത്ര ഫീസാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അത് അടയ്ക്കുകയും വേണം. അതാണ് പാർട്ട്നേഴ്സ് ആൻഡ് ദ റിലേഷൻ. അപ്പോൾ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും, അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സും അതിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമ്മളത് രജിസ്ട്രാറെ അറിയിക്കുക, എന്നിട്ട് നോട്ടീസ് കൊടുക്കുക, എന്നിട്ട് അതിൽ എത്രയാണോ പ്രിസ്ക്രൈബ്ഡ് ഫീസ് കൊടുത്തിട്ട് അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് വേണ്ടത്. ഇനി നോക്കാം, സിസഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഇൻട്രസ്റ്റ്. ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒരാൾക്ക് വിരമിച്ചു പോകണം, അല്ലെങ്കിൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് രണ്ടോ മൂന്നോ ആൾക്കാർ കൂടിയിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുമായിരുന്നു അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വേണം, പാർട്ട്ണർഷിപ്പ് അവർ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ അതിലൊരാൾക്ക് അതിൽ നിന്ന് വേണ്ട, ആ ബിസിനസ്സിൽ നിന്ന് ഒഴിവായി പോരണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ നോക്കാം, എ പേഴ്സൺ മേ സീസ് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക,
to the partners of LLP in accordance with the agreement. ഈ അഗ്രിമെൻറ്റിൽ നിന്ന് അയാൾക്ക് ഒഴിവായി വേണ്ടാന്ന് വെച്ച് പോരണമെങ്കിൽ with other partners or in the absence of an agreement with other partners to cessation of being partner by giving a notice in writing not less than 30 ദിവസത്തിൻ്റെ ഉള്ളിൽ രജിസ്ട്രാർക്ക് നോട്ടീസ് കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ. നോട്ടീസ് ഓഫ് ദി അതർ പാർട്ട്നേഴ്സ് ഈസ് ഇൻറ്റൻഷൻ ടു റിസൈൻ ആസ് എ പാർട്ട്ണർ. നമ്മൾ പാർട്ട്ണർഷിപ്പിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർക്ക് ഒരു നോട്ടീസ് ഫയൽ ചെയ്യണം. ആ എത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ വിത്തിൻ 30 days 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നോട്ടീസ് ഫയൽ ചെയ്ത് അത് രജിസ്ട്രാറെ ഏൽപ്പിക്കേണ്ടതാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്കത് നിർത്തിപ്പോരാൻ വേണ്ടി സാധിക്കുക? ഓൺ ദി ഡെത്ത് ഓഫ് ദി പാർട്ട്ണർ മരിച്ചു പോവുക, അല്ലെങ്കിൽ പാർട്ട്ണർ ബിക്കം എൻ അൺസൗണ്ട് മൈൻഡ് ആവുക, അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് ആവുക അല്ലേ. അങ്ങനെ 3 കേസിലാണ് ആ പാർട്ട്ണർക്ക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോരാൻ വേണ്ടിയിട്ട് സാധിക്കുക അല്ലേ. അപ്പോൾ ഏതൊക്കെയും നമ്മൾ പറഞ്ഞത് എ പേഴ്സൺ ഷാൾ സീസ് ടു ബി പാർട്ട്നേഴ്സ്, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് പോരാ അല്ലെ. എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നത് ഓൺ ദി ഡെത്ത്, പിന്നെ എന്താ പറയുന്നത് അൺസൗണ്ട് മൈൻഡാണ്, പിന്നെ അല്ലെങ്കിൽ ഇൻസോൾവെൻറ്റ്. അങ്ങനെ 3 കേസിലാണ് നമ്മൾ ഇന്ന് ഒഴിഞ്ഞു പോകുന്നത്. ലയബിലിറ്റി ഓഫ് എ ഫോർമർ പാർട്ട്ണർ. ഫോർമർ എന്ന് പറഞ്ഞാൽ നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളതിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അങ്ങനത്തെ ആ പാർട്ട്ണർക്ക് എങ്ങനെയാണ് ലയബിലിറ്റി വരിക? ലയബിലിറ്റി ഓഫ് എ ഫോർമർ പാർട്ട്ണർ നോക്കാം. The former partner is to be regarded as still being a partner on the LLP in relation to any person dealing with the LLP അല്ലേ. അപ്പം നമ്മൾ എന്താ വെച്ചെങ്കിൽ ഇത്രയേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ഇതിൽ പറയുന്നില്ല. നമ്മൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് നമ്മൾ സീസ് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു വെച്ചെങ്കിൽ അത് അറിയിക്കണം. അറിയിച്ചിട്ടില്ല വെച്ചെങ്കിൽ നമ്മൾ ഇപ്പോഴും ആര് തന്നെയാണ്, ഒരു പാർട്ട്ണർ തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദി ഫോർമർ പാർട്ട്ണർ ഇസ് ടു ബി റിഗാർഡഡ് ആസ് സ്റ്റിൽ ബീയിങ് പാർട്ട്ണർ അല്ലെ. സ്റ്റിൽ ഇപ്പോഴും പാർട്ട്ണറാണ് ഓൺ ദി LLP ഇൻ റിലേഷൻ ടു എനി പേഴ്സൺ ഡീലിംഗ് വിത്ത് ദി LLP. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം? എന്തൊക്കെയാണ് പറയുന്നത്? ദ പേഴ്സൺ ഹാസ് നോട്ടീസ് ദാറ്റ് ദ ഫോർമർ പാർട്ട്ണർ ഹാസ് സീസ് ടു ബി എ പാർട്ട്ണർ ഓൺ ദി LLP. സീസ് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം അല്ലേ. ഓൺ ദി LLPയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നോട്ടീസ് ദാറ്റ് ദി ഫോർമർ പാർട്ട്ണർ ഹാസ് സീസ് ടു ബി പാർട്ട്ണർ ഓൺ ദി LLP ഹാസ് ബീൻ ഡെലിവേർഡ് ബൈ ടു ദ രജിസ്ട്രാർ അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അത് ഒന്നുകിൽ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് രജിസ്ട്രാറെ അറിയിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. റൈറ്റ്സ് ഓഫ് ദി ഫോർമർ പാർട്ട്ണർ. ഇനി എന്തൊക്കെ അധികാരങ്ങളാണ് ഒരു ഫോർമർ പാർട്ട്ണർക്കുള്ളത് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. When a partner of the LLP cease to be a partner unless otherwise provided in the LLP agreement, the former partner, a person entitled to his share in consequence of death or insolvency of the former partner, shall be entitled to എത്രയാണോ അയാൾക്ക് ഡെത്ത് ആൻഡ് ഇൻസോൾവൻസി ഒക്കെയാണോ ഉണ്ടാവുന്നത് വെച്ചെങ്കിൽ അയാൾക്ക് എത്രത്തോളം ക്ലെയിംസ് ആണോ അതിൽ നിന്ന് കിട്ടാനുള്ളത് വെച്ചെങ്കിൽ അത് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദി എമൗണ്ട് ഈക്വൽ ടു ദ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. നമുക്ക് എങ്ങനെയാണ് ഇനി അയാൾക്ക് കൊടുക്കുന്നത് പ്രോഫിറ്റ് ആണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത് അയാൾ എത്രയാണോ ക്യാപിറ്റൽ കൊണ്ടുവന്ന് വെച്ചെങ്കിൽ ദി എമൗണ്ട് ഈക്വൽ ടു ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദി ഫോർമർ പാർട്ട്ണർ ആക്ച്വലി മെയ്ഡ് ടു ദി LLPയിൽ എത്രത്തോളമാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തിയത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒന്നാമത്തത്. 2. His right to share in the accumulated profit of the LLP after the deduction of accumulated loss of the LLP determined at the date of former partner ceased to be a partner. എന്നാണോ അയാൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചെങ്കിൽ അതുവരെ വല്ല ലോസും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി റെഡ്യൂസ് ചെയ്ത് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കി കാശാണ് അയാൾക്ക് കിട്ടുന്നത്. ഇതൊക്കെയാണ് റൈറ്റ്സ് ഓഫ് എ ഫോർമർ പാർട്ട്ണർ എന്നുള്ളതിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വൺ, എക്സ്റ്റെൻഡ് ആൻഡ് ലാബിലിറ്റി ഓഫ് LLP ആൻഡ് പാർട്ട്നേഴ്സ്. എന്തൊക്കെ ലാബിലിറ്റീസ് ആണ്? ലാബിലിറ്റി പറഞ്ഞാൽ ബാധ്യത അല്ലേ. എന്തൊക്കെ ബാധ്യതകളാണ് പാർട്ട്നേഴ്സിനുള്ളത് അല്ലേ. ഇൻ ദ കേസ് ഓഫ് ലാബിലിറ്റി ഓഫ് LLP ആൻഡ് പാർട്ട്നേഴ്സ് ഇൻ ദ ഫോളോയിങ് ഫാക്ട്സ് ആർ കൺസിഡേർഡ്. എന്തൊക്കെ ഫാക്ട്സ് ആണ് കൺസിഡർ ചെയ്യാനുള്ള LLPയിൽ പറയുന്നത്, ലാബിലിറ്റിയിൽ പറയുന്നത്? എവറി പാർട്ട്ണർ ഓഫ് എൻ LLP ഈസ് ട്രീറ്റഡ് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദി LLP ബട്ട് നോട്ട് അതർ പാർട്ട്നേഴ്സ് ഫോർ ദി പർപ്പസ് ഓഫ് ഡൂയിങ് തിങ്സ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, എവരി പാർട്ട്ണറിനെ നമ്മൾ എങ്ങനെയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആസ് എൻ ഏജൻറ്റ്. ഇനി ആൻ LLP ഈസ് നോട്ട് ബൗണ്ട് ബൈ എനിത്തിങ് ഡൺ ബൈ പാർട്ട്നേഴ്സ് ഈസ് ഡീലിംഗ് വിത്ത് എ പേഴ്സൺ. എന്തൊക്കെ കാര്യങ്ങളാണ്? ദ പാർട്ട്ണർ ഇൻ ഫാക്ട് ഹാസ് നോ അതോറിറ്റി ടു ആക്ട് ഫോർ LLP ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ആക്ട് അല്ലേ. അപ്പോൾ എന്താ പറയുക, എ പാർട്ട്ണർ ഈസ് ഫാക്ട് നോ അതോറിറ്റി അല്ലേ, അതോറിറ്റി ഇല്ല ടു ആക്ട് ഓൺ ദി LLP ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ആക്ട്. ഒരു പ്രത്യേക എല്ലാവരുടെയും സമ്മതത്തോട് കൂടിയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഒരു പ്രത്യേക ആക്ട് അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ
The person knows that he has no authority and does not know, believe him to be a partner. ഒരു പാർട്ട്ണർ ആണെന്ന് വെച്ച് കഴിഞ്ഞാലും അയാൾക്ക് അതോറിറ്റിയും ഇല്ല, ഡസ് നോട്ട് നോ, ബിലീവ് ഹിം ആസ് എ പാർട്ട്ണർ ഓഫ് ദി LLP. പിന്നെ the LLP is liable if a partner of the LLP is liable to any person. ഏതെങ്കിലും അപ്പോൾ രണ്ടിൽ കൂടുതൽ ആൾക്കാർ കൂടി ചേർന്നിട്ടാണല്ലോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാവരും ബാധ്യസ്ഥരായിരിക്കും എന്നാണ് പറയുന്നത്. The LLP is liable if a partner of an LLP, ഏതെങ്കിലും ഒരു പാർട്ട്ണർ liable to any person as a result of wrongful act or omission on his part in the course of business on of the LLP or with its authority. പിന്നെ an obligation of the LLP, whether arising the contract or otherwise, shall be solely the obligation of the LLP. The liability of the LLP shall be met out the property. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ്സിൽ സാധനങ്ങളില്ലെങ്കിൽ പ്രോപ്പർട്ടിയിൽ നിന്നും ഈടാക്കുന്നതാണ്. A partner in an LLP shall not be personally liable for the wrongful act, omission of any other partner of the ഒറ്റയ്ക്ക് പേഴ്സണലി ലയബിൾ ആയിരിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ in an LLP is liable to any person who extend his credit to an LLP. The LLP also is liable for such a credit received by the firm. എത്രത്തോളം ക്രെഡിറ്റ് ആണോ ഫേം റിസീവ് ചെയ്തത് വെച്ചെങ്കിൽ അതിന് മൊത്തം ലയബിൾ ആയിരിക്കും. പിന്നെ വേർ ആഫ്റ്റർ എ പാർട്ട്നേഴ്സ് ഡെത്ത്, ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ബിസിനസ് ഈസ് കണ്ടിന്യൂഡ് ഇൻ ദ സെയിം നെയിം, LLP's നെയിം. നമ്മളിപ്പോൾ മുന്നേ എന്താണോ പേരുണ്ടാക്കിയെന്ന് വെച്ചാൽ ആ നെയിം തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. Continuous use of that name of the deceased partner's name as a part thereof shall not be itself make his legal representative or his estate liable to any act of LLP done after. അതിനൊന്നും റൈറ്റ് ഇല്ല എന്നാണ്. ഏത് പേരിലാണോ സ്ഥാപനം നിലനിന്ന് പോയത് വെച്ചെങ്കിൽ ആ പേരിൽ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നിലനിന്ന് പോകുന്നത്. അപ്പോൾ എക്സ്റ്റെൻഡ് ആൻഡ് ലാബിലിറ്റി ഓഫ് LLP പാർട്ട്നേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് പറഞ്ഞത്. അതൊന്നും കൂടിയും പറയാം, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇൻ കേസ് ഓഫ് ലാബിലിറ്റി ഓഫ് LLP ആൻഡ് പാർട്ട്നേഴ്സ്, ലാബിലിറ്റി എന്ന് പറയുന്നത് LLP പാർട്ട്നേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുമ്പോൾ ദി ഫോളോയിങ് ഫാക്ട്സ് ആർ ടു ബി കൺസിഡേർഡ്. താഴെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് കൺസിഡർ ചെയ്യാനുള്ളത്. എവരി പാർട്ട്ണർ ഓഫ് എൻ LLP എസ് എൻ ഏജൻറ്റ്, എല്ലാ മെമ്പേഴ്സും എങ്ങനെയായിട്ടാണ്? ഏജൻ്റ് ആയിട്ടാണ്. ഫസ്റ്റ് പോയിന്റ്. പിന്നെ LLP ഈസ് നോട്ട് ബൗണ്ട് ബൈ എനിത്തിങ് ഡൺ ബൈ എ പാർട്ട്ണർ. അല്ലേ, അപ്പോൾ ഒരു പാർട്ട്ണർക്ക് ഒന്നും ചെയ്യാനുള്ള അധികാരമില്ല, എല്ലാവരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യുക. അതാണ് പറയുന്നത്. ഇഫ് എൻ LLP ഈസ് നോട്ട് ബൗണ്ട് ബൈ എനിത്തിങ് ഡൺ ബൈ എ പാർട്ട്ണർ ഇൻ ഡീലിംഗ് വിത്ത് എ പേഴ്സൺ, അല്ലെ മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്തിട്ട് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനുള്ള റൈറ്റ് ഉള്ളൂ. പിന്നെ LLP ഈസ് ലയബിൾ, ഒരു പാർട്ട്ണർ ലയബിൾ ആണെങ്കിൽ റോങ്ഫുൾ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അതിന് ലയബിൾ ആയിരിക്കും, ഉത്തരവാദിയായിരിക്കും. അതുപോലെ ഒബ്ലിഗേഷൻ, ബാധ്യത വന്നാലും എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുന്നത്? ഇനി കമ്പനിയിൽ നിന്ന് കാശ് കിട്ടാനില്ലെങ്കിൽ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്നും മെറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. പിന്നെ എന്താ പറയുന്നത്? ക്രെഡിറ്റ് എത്രത്തോളമാണോ റിസീവ് ചെയ്ത് വെച്ചെങ്കിൽ അതിനെല്ലാവരും ഉത്തരവാദിയായിരിക്കും. പിന്നെ ഒരു പാർട്ട്ണർ മരിച്ചു വെച്ചിട്ട് ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ പേര് മാറ്റുന്നില്ല, അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയൊക്കെയാണ് നമ്മളിതിൽ പറഞ്ഞത്. നെക്സ്റ്റ് വൺ, അൺലിമിറ്റഡ് ലാബിലിറ്റി ഇൻ കേസ് ഓഫ് ഫ്രോഡ്. വല്ല ഫ്രോഡുകൾ, കുറ്റങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്, അല്ലേ. The liability of the partners and LLP become unlimited for all any of the debts or other liabilities of the LLP. അപ്പോൾ എന്താ പറയുന്നത്? ഈവൺ ഇഫ് ദ ആക്ട് ഡൺ ബൈ ദി പാർട്ട്ണർ, ഏതെങ്കിലും ഒരു ആക്ട് ചെയ്യുക, ഓഫ് ദി LLP ഈസ് ലയബിൾ ടു എ സെയിം എക്സ്റ്റെൻറ്റ് ആസ് ദി പാർട്ട്ണർ അൺലെസ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി LLP ദാറ്റ് സച്ച് ആക്ട് ഹാസ് വിത്തൗട്ട് ദി നോളേജ് ഓർ അതോറിറ്റി ഓഫ് ദി LLP, അല്ലേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നു, ആ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാവരുടെയും സമ്മതപ്രകാരമല്ല ചെയ്യുന്നത് വെച്ചെങ്കിൽ, അല്ലേ, അൺലെസ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി LLP that such act was without the knowledge and authority of the LLP. For this act the partner or partners are also be punishable. അപ്പോൾ ആരെങ്കിലും ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പാർട്ട്നേഴ്സിനും അതൊരു പണിഷബിൾ ആയിരിക്കും. with imprisonment for a term which may extend to 2 years with a fine എന്ന് പറയുന്നത് 2 വർഷത്തോളം ഇംപ്രസൺമെൻറ്റും ഫൈൻ എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 50,000 റുപ്പീസുമാണ് പറയുന്നത്. അത് 5 ലക്ഷം 50 മുതൽ 5 ലാക്ക് വരെ പണിഷ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അൺലിമിറ്റഡ് ലാബിലിറ്റി, നമ്മൾ തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ
അതിലൂടെ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നു. ആ പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത് 2 വർഷത്തെ ഇംപ്രസൺമെൻറ്റും അല്ലെങ്കിൽ 50,000 റുപ്പീസ് മുതൽ 5 lakh റുപ്പീസ് വരെയാണ് നമുക്ക് പേയ്മെൻറ്റ് നടത്താനുള്ളത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇനി ലിമിറ്റഡ് വേറെ അൺലിമിറ്റഡ് ലാബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് എനി പാർട്ട്ണർ ഓർ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഓർ എംപ്ലോയി ഓഫ് എൻ LLP കണ്ടക്റ്റഡ് ദി അഫയേഴ്സ് ഓഫ് LLP എസ് എ ഫ്രോഡുലന്റ് തെറ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിത്തൗട്ട് പ്രെജുഡീസ് ഓഫ് എ ക്രിമിനൽ പ്രൊസീഡിംഗ് വിച്ച് മേ അറൈസ് അണ്ടർ എനി ലോ ഓഫ് ദി ടൈം ബീയിങ് ഇൻ ഫോഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ബാധ്യത വരുന്നത്? ഈസ് ലയബിൾ ടു പേ കോമ്പൻസേഷൻ ടു എനി പേഴ്സൺ ഹൂ ഹാസ് സഫേർഡ്. അപ്പോൾ അത് കാരണം ആർക്കാണോ നഷ്ടം സംഭവിച്ചത് വെച്ചെങ്കിൽ ആര് കാരണമാണോ നഷ്ടം സംഭവിച്ചത് വെച്ചെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ നഷ്ടപരിഹാരം എത്ര വെച്ചെങ്കിൽ അടയ്ക്കാം. suffered any loss or damage by reason of such contract. But in this case, LLP is not liable if such an act without the knowledge of the LLP. അപ്പോൾ നമ്മൾ 2 കേസാണ് നമ്മൾ പറഞ്ഞ അൺലിമിറ്റഡ് ലാബിലിറ്റി വരുമ്പോഴും ലിമിറ്റഡ് ലാബിലിറ്റി വരുമ്പോഴും എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അസൈൻമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പാർട്ട്ണർഷിപ്പ് റൈറ്റ് എത്രത്തോളമാണ് നമുക്ക് എന്തൊക്കെയാണ് അസൈൻമെൻറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, എങ്ങനെ പാർട്ട്ണർഷിപ്പ് റൈറ്റ്സൊക്കെ നമ്മൾ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് അടുത്ത ടോപ്പിക്കിൽ പറയുന്നത്. The rights of a partner to a share of the profit and loss of the LLP to receive distribution in accordance with the LLP agreement and transferable either fully or in part ഒന്നെങ്കിൽ മുഴുവനായിട്ട് അല്ലെങ്കിൽ പകുതി. Provided such a transfer does not cause any disassociation of partners or dissolution or winding up of the LLP. But in such a transfer does not give any right by to the transferee or assignee. യാതൊരു തരത്തിലുള്ള റൈറ്റും നമ്മൾ ആർക്ക് കൊടുക്കുന്നില്ല, ട്രാൻസ്ഫറി അല്ലെങ്കിൽ അസൈനിക്ക് കൊടുക്കുന്നില്ല. To participate in the management and conduct of the activities of the LLP. പിന്നെ കൺവേർഷൻ ഇൻ ടു ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് നെക്സ്റ്റ് ടോപ്പിക്ക് പറയുന്നത് കൺവേർഷൻ ഇൻ ടു ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പറയുന്നത്. A firm, private company or unlisted public company is allowed to be converted into LLP in accordance with the provision of the Act. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് കമ്പനീസിന് അല്ലെങ്കിൽ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ലിസ്റ്റ് ചെയ്യാത്ത പബ്ലിക് കമ്പനീസിനും ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്, LLPയിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലേ. കൺവേർട്ടഡ് ഇൻ ടു LLP ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രൊവിഷൻ ഓഫ് ദി ആക്ട്. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ രജിസ്ട്രാർക്ക് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഫീസ് എത്രയാണ് പറയണമെന്ന് വെച്ചെങ്കിൽ അടയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. Upon such conversion on and from the date of certificate of registration issued by the registrar, all tangible or immovable and the tangible property vested in the firm and the company, all assets എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസും കാണിച്ചിട്ട് നമ്മൾ ഫോം സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഏതൊക്കെ കമ്പനീസിന്? പ്രൈവറ്റ് കമ്പനീസ് ആൻഡ് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനീസിനും ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? പാർട്ട്ണർഷിപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ച് രജിസ്ട്രാർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ LLP ആൻഡ് പാർട്ട്ണർഷിപ്പ്. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ആണ് LLPയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ LLP ആൻഡ് പാർട്ട്ണർഷിപ്പ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പറയുന്നത്. ഫോർമേഷൻ നോക്കാം. ഈ LLP ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തത് പാർട്ട്ണർഷിപ്പ് ആക്ട് 2008 പ്രകാരമാണ് ഫോം ചെയ്തത്. നാം നേരെ മറിച്ച് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ 1932 പാർട്ട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തത്. LLP ഫോംഡ് ആസ് പെർ ആദ്യം നമ്മൾ ഫോർമേഷനാണ് പറയുന്നത് കേട്ടോ. ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പും വെറും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യം ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്ത് 2008 നേരെ മറിച്ച് പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്ത് 1932 ഇനി രജിസ്ട്രേഷൻ എന്താണ്? രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. രജിസ്ട്രേഷൻ കമ്പൽസറി ആണ് അല്ലേ, മറ്റേൽ വേണ്ട, വളണ്ടറി. മറ്റേ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുമ്പോഴാണ് രജിസ്ട്രേഷൻ കമ്പൽസറി ഉള്ളൂ. സാധാ പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല, നോട്ട് കമ്പൽസറി. പിന്നെ ലീഗൽ എൻറ്റിറ്റി എന്താണ്? എങ്ങനെയാണ് നിയമം വരുന്നത്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, മറ്റേതിലാണെങ്കിൽ നോട്ട് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഇനി പെർപ്പച്വൽ സക്സഷൻ. പെർപ്പച്വൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയി. പെർപ്പച്വൽ സക്സഷൻ എങ്ങനെയാണ്?
LLP has a perpetual succession ഉണ്ട്. മറ്റേന് കംസ് ടു ആൻ എൻഡ് എപ്പോഴൊക്കെയാണ് അത് അവസാനം ഡെത്ത്, ഇൻസോൾവൻസി, റിട്ടയർമെൻറ്റ് ഓഫ് ദി പാർട്ട്നേഴ്സ് അതാകുമ്പോൾ നമ്മളത് എൻഡ് ചെയ്യുന്നു. ഇനി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ള മെൻഷൻ ചെയ്യുന്നില്ല, മറ്റേതിൽ നോട്ട് മെൻഷൻ. അത് അവരവരെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ക്യാപിറ്റൽ കൊണ്ടുവരികയും അതിനനുസരിച്ച് എത്രത്തോളം ക്യാപിറ്റൽ ആണോ കൊണ്ടുവരുന്നത് വെച്ചെങ്കിൽ ആ റേഷ്യോ നോക്കിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഈ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് മിനിമം 2 അല്ലേ, ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ് അല്ലേ, 2 to 20 ആണ് മറ്റേതിൽ പറയുന്നത്. ഈ നെയിം എങ്ങനെയാണ്, നെയിം ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് കാരണം ലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള പേര് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മറ്റതിന് പ്രത്യേകിച്ച് റൂൾസ് ഒന്നും ഇല്ല. ഇനി ലാബിലിറ്റി എങ്ങനെയാണ്, ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ ടു ദ LLP, മറ്റേത് അൺലിമിറ്റഡ് ലാബിലിറ്റിയാണ് ഉള്ളത്. ഫോറിൻ നാഷണൽ ആർ ആസ് പാർട്ട്നേഴ്സ് നോക്കുക. ഫോറിൻ നാഷണൽസിനെ നമുക്ക് പാർട്ട്നേഴ്സ് ആക്കി കൂട്ടാൻ പറ്റുമെന്ന്, വിദേശ രാജ്യങ്ങളിലുള്ള കമ്പനികളൊക്കെ പാർട്ട്നേഴ്സായിട്ട് കൂട്ടാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ ഫോറിൻ നാഷണൽസിനെ നമുക്ക് പാർട്ട്നേഴ്സ് ആക്കാം, മറ്റതിലാണെങ്കിലോ കനോട്ട് ഫോം എ പാർട്ട്ണർഷിപ്പ്. ഇനി ആനുവൽ റിട്ടേൺ എങ്ങനെയാണ്, ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ആനുവൽ റിട്ടേൺ ഹാസ് ടു ബി ഫിൽഡ് അല്ലേ, മറ്റേതിലാണെങ്കിലോ നോ നെസസിറ്റി അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ROC എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആരാണോ നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത് വെച്ചെങ്കിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മീറ്റിംഗ് ആവശ്യമില്ല, മറ്റേതിൽ നോട്ട് റിക്വയർഡ് മീറ്റിംഗ് ആവശ്യമില്ല. പിന്നെ ഡിസൊല്യൂഷൻ വോളണ്ടറിലി വേണം. നമ്മൾ പറഞ്ഞു ട്രൈബ്യൂണിയൽ അല്ലേ, ട്രൈബ്യൂണിയൽ പ്രകാരമാണ് അത് പ്രകാരമാണ് നമുക്ക് ഇതൊക്കെ നടത്തുന്നത്, ഡിസൊല്യൂഷനൊക്കെ നടത്താൻ വേണ്ടി സാധിക്കുക, വോളണ്ടറി ആണ്. മറ്റേതിൽ ബൈ ദി അഗ്രിമെൻറ്റ് ഓഫ് ദി പാർട്ട്നേഴ്സ്, ഇൻസോൾവൻസി ബൈ ദി കോർട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഡിസൊല്യൂഷന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. ഫോളോയിങ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ LLP ആൻഡ് പാർട്ട്ണർഷിപ്പ്. നെക്സ്റ്റ് വൺ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ LLP ആൻഡ് കമ്പനിയും LLPയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം കമ്പനി എന്ന 2013 കമ്പനി ആക്ട് 1956 ആണ് കമ്പനി ആക്ട് ഉണ്ടായിരുന്നത്. ഇപ്പം പുതുത് എന്ന് പറയാനുള്ളത് 2013 വരുന്നത് കേട്ടോ. ഫോർമേഷൻ, company is formed under the Companies Act 2013 and various rules made there under. മറ്റേ LLP ആണെങ്കിലോ 2008 നമ്മൾ പറഞ്ഞു, കമ്പനി അതിൻ്റെ ആക്ട് പറയുന്നത് 2008 വരുന്നത് അല്ലേ. ഇനി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് കമ്പനിക്ക് രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ആണ്, മറ്റതിനും രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി. ലീഗൽ എൻറ്റിറ്റി, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട് കമ്പനിക്ക്, മറ്റേതിനും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഇനി പെർപ്പച്വൽ സക്സഷൻ എങ്ങനെയാണ്, കമ്പനി ഹാസ് എ പെർപ്പച്വൽ കണ്ടിന്യൂസ് ആണ്, മറ്റേതിനും കണ്ടിന്യൂസ് ആണ്, എത്രയാണെന്ന് അല്ല. പിന്നെ ക്യാപിറ്റൽ എങ്ങനെയാണ്, മിനിമം ഓർ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇത്രയാണ്. പബ്ലിക് കമ്പനി 2 തരത്തിലാണ് കമ്പനീസ് വരുന്നത് അല്ലേ, പബ്ലിക് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട് അല്ലേ. അപ്പോൾ പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിക്കും എത്രത്തോളമാണ് ക്യാപിറ്റൽ വേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്, മറ്റേതിൽ നോട്ട് സ്പെസിഫൈഡ് പറയുന്നില്ല അല്ലേ. മിനിമം നമ്പർ എങ്ങനെയൊക്കെയാണ്, മിനിമം നമ്പർ നോക്കൂ. 2 ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ആരംഭിക്കാൻ 2 ആൾ, 7 ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനി അല്ലേ. 2 ഇൻ ദി കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി, 7 ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനി. മിനിമം 2 പാർട്ട്നേഴ്സാണ് നമുക്ക് വേണ്ടത്. മാക്സിമം എന്ന് പറഞ്ഞാൽ 200 ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി, ദർ ഈസ് പബ്ലിക് കമ്പനി ആണെങ്കിൽ നോ മാക്സിമം ലിമിറ്റ്, നോ ലിമിറ്റ് ടു ദ മാക്സിമം നമ്പർ ഓഫ് ദി പാർട്ട്നേഴ്സ്. ഇനി നെയിം, പബ്ലിക് കമ്പനി യൂസസ് ദ വേർഡ് ലിമിറ്റഡ് എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മറ്റേതിലാണെങ്കിലോ യൂസ് ഐദർ ദ വേർഡ് ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ്, ഒരു കമ്പനിക്ക് പേരിൽ അവസാനം LTD കാണാം, ലിമിറ്റഡ് എന്നുള്ള പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ലാബിലിറ്റി എങ്ങനെയാണ്, ലാബിലിറ്റി ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ എത്ര ഷെയർസ്, 2 തരത്തിലാണ് ഷെയർസ്, ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് അല്ലേ. എത്രത്തോളം ഷെയർസ് ആണോ ഉള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻസ് ഓൺ ദി കോൺട്രിബ്യൂഷൻ ടു ദി, എത്രയാണോ കോൺട്രിബ്യൂഷൻ വെച്ചെങ്കിൽ നമ്മൾ ഓരോരുത്തരും എത്രത്തോളം കോൺട്രിബ്യൂഷൻ ആണോ കൊണ്ടുവരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ മിനിമം മെമ്പേഴ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി മിനിമം ഡയറക്ടേഴ്സ് എങ്ങനെയൊക്കെയാണ് എന്നാണ് പറയുന്നത്. മിനിമം 2 ഇൻ ദ കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി ആൻഡ് 3 ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനി അല്ലേ. 2 ഇൻ ദ പ്രൈവറ്റ് കമ്പനിയിലാണെങ്കിൽ 2, 3 ഇൻ ദ കേസ് ഓഫ് പബ്ലിക് കമ്പനി. മിനിമം 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഈസ് റിക്വയർഡ്. ഇനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെ, മെമ്മോറാണ്ടം പറഞ്ഞാൽ കമ്പനിയുടെ മൊത്തം ഡീറ്റെയിൽസ് ഉൾക്കൊള്ളുന്നതിനെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നും, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയൂ അല്ലേ. അപ്പോൾ കമ്പനിയിലെ പ്രധാനപ്പെട്ട 2 ഡോക്യുമെൻറ്റ്സുകളാണ് നമ്മൾ പറയുന്നത്, വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഓഫ് എ കമ്പനി, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് വിച്ച് മെൻഷൻ എവറിത്തിങ് അബൌട്ട് ദി കമ്പനി, മറ്റതിലാണെങ്കിലും നോ സച്ച് ഡോക്യുമെൻറ്റ്.
പിന്നെ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഷെയർസ് ഓഫ് പബ്ലിക് കമ്പനി ആർ ട്രാൻസ്ഫറബിൾ ബട്ട് ഷെയർ ട്രാൻസ്ഫർ ഈസ് റെസ്ട്രിക്റ്റഡ് പ്രൈവറ്റ് കമ്പനി അല്ലേ. പബ്ലിക് കമ്പനിയുടെ ഷെയറുകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഏത് കമ്പനിയുടെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിന് പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇമ്പോസ് ചെയ്യുന്നുണ്ട്. റൈറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് പാർട്ട്നേഴ്സ് ആർ ട്രാൻസ്ഫറബിൾ അക്കോർഡിംഗ് ടു ദി LLP എഗ്രിമെൻറ്റ് എങ്ങനെയാണോ പറയുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് ട്രാൻസ്ഫറബിലിറ്റി വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ചെറിയൊരു ടോപ്പിക്കും കൂടിയാണ് പറയാനുള്ളത്. നോക്കുക, നമ്മൾ വൈൻഡിങ് അപ്പ് എങ്ങനെയൊക്കെയാണ്, വൈൻഡിങ് അപ്പ് ഒരു കമ്പനി എങ്ങനെയൊക്കെയാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആരംഭിക്കുന്ന കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുമ്പോൾ അതിനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലേ. അപ്പം നമുക്ക് ട്രൈബ്യൂണലിൻ്റെ പ്രത്യേക വോളണ്ടറിലി ആയിട്ട് വേണം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട്. അതാണ് പറയുന്നത്. വൈൻഡിങ് അപ്പ് ഓഫ് ദി LLP വൈൻഡ് അപ്പ് ചെയ്യാവുന്ന വേണ്ടാന്ന് വെക്കുക അല്ലേ. ഓഫ് LLP മേ ബി ഐത്തർ വോളണ്ടറിലി ഓർ ബൈ ദി ട്രൈബ്യൂണൽ. ട്രൈബ്യൂണലാണ് കമ്പനി വേണോ ഡിസോൾവ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ട്രൈബ്യൂണലാണ്. ഈ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം നമുക്ക് പറയുന്നത് വിധികർത്താവ് എന്ന് പറയും. വിധികർത്താവ് എന്ന് പറഞ്ഞാൽ അതിനുള്ള അതോറിറ്റി, ഒരു സ്ഥാപനം വൈൻഡ് അപ്പ് ചെയ്യാൻ അധികാരമുള്ള അതിനെയാണ് നമ്മൾ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത്. അതിനെ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് എൻ അതോറിറ്റി ടു ജഡ്ജ് ഡിറ്റർമിൻ ക്ലെയിം ആൻഡ് ഡിസ്പ്യൂട്ട്. എത്രത്തോളം ക്ലെയിംസ് ആണ്. ഇപ്പോൾ ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കൊക്കെയാണോ ക്രെഡിറ്റേഴ്സ് ഉള്ളത് വെച്ചെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള കാശുകൾ കൊടുത്തു തീർക്കുക. അതെങ്ങനെയൊക്കെയാണ്, കേസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ എങ്ങനെയൊക്കെയാണ് ഒതുക്കി തീർക്കേണ്ടത് വെച്ചെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളതാണ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ട്രൈബ്യൂണൽ നിയമപ്രകാരം വേണം നമുക്കത് വൈൻഡ് അപ്പ് ചെയ്യാൻ. LLP കമ്പനീസ് വൈൻഡ് അപ്പ് ചെയ്യാൻ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ആരംഭിച്ച കമ്പനിയാണ് അല്ലേ. അത് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നിയമപ്രകാരം വേണം. അത് വോളണ്ടറി വൈൻഡ് അപ്പ് വേണം. അതിനുള്ള റൈറ്റ് ഉള്ളത് ട്രൈബ്യൂണലിനാണ് അതിനുള്ള റൈറ്റ് ഉള്ളത്. ഇനി വോളണ്ടറി വൈൻഡിങ് അപ്പാണ് നെക്സ്റ്റ് പറയാനുള്ളത്. റൂൾ 5 ഓഫ് 2012 അത് പറയുന്നത്. An LLP may be wound up voluntarily if the LLP passes a resolution. നമ്മൾ ആദ്യം ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നു, വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അപ്രൂവൽ അറ്റ്ലീസ്റ്റ് 3/4 ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ്. ഇപ്പോൾ എത്ര പാർട്ട്നേഴ്സ് ആണുള്ളത് വെച്ചെങ്കിൽ അതിൽ 3/4 മുക്കാൽ ഭാഗം ആൾക്കാരുടെയും പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സ്ഥാപനം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ബട്ട് ഇഫ് ദ LLP ഹാസ് ക്രെഡിറ്റേഴ്സ് വെദർ എങ്ങനത്തെ ക്രെഡിറ്റേഴ്സ് എങ്ങനത്തെ തരത്തിലാണ്, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണോ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആണോ, ദി അപ്രൂവൽ ഓഫ് സച്ച് ക്രെഡിറ്റേഴ്സ് ഈസ് ഓൾസോ റിക്വയർ അല്ലേ. ക്രെഡിറ്റേഴ്സിൻ്റെയും അപ്രൂവൽ വേണം. ഇത് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ ആരുടെയൊക്കെ അപ്രൂവൽ മേടിക്കണം എന്നാണ് 3/4 ഓഫ് ദി പാർട്ട്നേഴ്സ് 3/4 പാർട്ട്നേഴ്സിൻ്റെയും അതുപോലെ ക്രെഡിറ്റേഴ്സിൻ്റെയും അപ്രൂവൽസ്. ക്രെഡിറ്റേഴ്സ് രണ്ട് തരത്തിൽ വരും, സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് അല്ലേ. അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്ഥാപനം വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അവരുടെയൊക്കെ പെർമിഷൻ നമ്മൾ മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഈ കോപ്പി ഓഫ് ദി റെസൊല്യൂഷൻ ഷാൾ ബി ഫിൽഡ് വിത്ത്. നേരത്തെ മാതിരി തന്നെ ആരംഭിക്കുമ്പോൾ നമ്മൾ രജിസ്ട്രാർക്ക് അപ്ലിക്കേഷൻ കൊടുക്കുകയല്ലേ ചെയ്തത്, അതേമാതിരി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാർക്ക് അപ്ലിക്കേഷൻ കൊടുക്കുക. വിത്തിൻ 30 days ഓഫ് പാസിംഗ് ദി റെസൊല്യൂഷൻ, 30 ദിവസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കുക അല്ലേ. ദി വോളണ്ടറി വൈൻഡിങ് അപ്പ് ഷാൾ ബി ഡീംഡ് ടു ബി കമൻസ് ഓൺ ദി ഡേറ്റ് ഓഫ് റെസൊല്യൂഷൻ ഫോർ വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി അതിൽ സബ്മിറ്റ് ചെയ്യാനുള്ളത്, എങ്ങനെയൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നാണ് പറയുന്നത് കേട്ടോ. എങ്ങനെയൊക്കെയാണ് അതിൽ ചെയ്യാനുള്ളത്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, വെരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് പ്രപ്പോസൽ ടു വൈൻഡ് വോളണ്ടറി. നമ്മളിപ്പോൾ ഇൻസോൾവെൻ്റ് ആയിട്ടല്ല അല്ലേ, നമ്മൾ പാപ്പരായിട്ടല്ല വൈൻഡ് അപ്പ് ചെയ്യുന്നത്, സോൾവെൻ്റ് ആണ് എന്നുള്ള കാര്യം അതിൽ ഡിക്ലെയർ ചെയ്യണം. It should be made by majority of its designated partners verified. അത് designated partners അത് വെരിഫൈ ചെയ്യുക, അഫിഡവിറ്റ് വെരിഫൈ ചെയ്യുക. ഹാസ് നോ ഡെപ്റ്റ്, കടമൊന്നുമില്ല. അതേമാതിരി തന്നെ ഏബിൾ ടു പേ. ഇനി കടമുണ്ടെങ്കിലും അത് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ അത് കൊടുത്തു തീർക്കാം അല്ലേ. വിത്തിൻ ദ സച്ച് എ പീരീഡ് ആസ് മേ ബി സ്പെസിഫൈഡ്. അപ്പം നമുക്കിപ്പോൾ കടബാധ്യത അധികം ഇല്ല, ഇനി കടബാധ്യത ഉണ്ടെങ്കിലും അത് നമ്മൾ ഇത്ര മാസത്തിൻ്റെ ഉള്ളിൽ ആ കാശ് കൊടുത്തു തീർക്കാം എന്നുള്ള കാര്യങ്ങൾ അതിൽ സ്പെസിഫിക് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ബട്ട് നോട്ട് എക്സീഡിങ് 1 year, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മളത് കൊടുത്തു തീർക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ആ പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് നമ്മളിപ്പോൾ നമുക്ക് ബിസിനസ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വോളണ്ടറി ആയിട്ട് വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ 3/4 ഓഫ് ദി പാർട്ട്നേഴ്സിൻ്റെ പെർമിഷൻ കിട്ടണം, പിന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ പെർമിഷൻ കിട്ടണം. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ എങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങൾ വെച്ചെങ്കിൽ അത് രജിസ്ട്രാറെ അറിയിക്കുകയാണ് വേണ്ടത്. വിത്തിൻ 30 days ഓഫ് പാസിംഗ് ഓൺ സച്ച് റെസൊല്യൂഷൻ, 30 ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെ നമ്മൾ നോട്ടീസ് കൊടുക്കണം അല്ലേ. ആ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സോൾവെൻ്റ് ആണ്, നമ്മൾ ഇൻസോൾവെൻ്റ് ആയിട്ടല്ല വൈൻഡ് അപ്പ് ചെയ്യുന്നത്, നമ്മൾ സോൾവെൻ്റ് തന്നെയാണ് എന്നുള്ള കാര്യം അറിയിക്കണം. അതേമാതിരി തന്നെ ഇറ്റ് ഷുഡ് ബി എന്നിട്ട് എന്തൊക്കെ വെരിഫൈ ചെയ്യണം നമ്മൾ നോക്കിയിട്ട് അതിൽ നമുക്ക് എത്രത്തോളം ഡെപ്സ് ഉണ്ട് നോക്കുക. അധികം ഡെപ്സ് ഒന്നുമില്ല, ഇനിയുള്ള ഡെപ്സ് നമ്മൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ കൊടുത്തു തീർക്കാം
എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ടായിരിക്കണം. ഇനി എന്തൊക്കെ സർക്കംസ്റ്റാൻസിലാണ് ഈ ട്രൈബ്യൂണിയൽ മേ വൗണ്ട് അപ്പ് ഒരു LLP സ്ഥാപനം ലിമിറ്റഡ് ലയബിലിറ്റി ഓഫ് പാർട്ട്ണർഷിപ്പ് ഒരു കമ്പനി ട്രൈബ്യൂണിയൽ എപ്പോഴൊക്കെയാണ് അത് വൈൻഡപ്പ് ചെയ്യാൻ നമ്മളെ സമ്മതിക്കുക? ഇഫ് ദ LLP ഡിസൈഡ് ദാറ്റ് ദ LLP ഈസ് വൗണ്ട് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ അല്ലേ. ഇഫ് ദ LLP അവർ തീരുമാനിക്കുക, നമ്മൾ തീരുമാനിക്കുകയാണ് വേണ്ടാന്ന് വെക്കുകയാണ്. ഇഫ് ഫോർ എ പീരീഡ് മോർ ദാൻ 6 months ദ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഓഫ് ദി LLP റെഡ്യൂസ്ഡ് ബിലോ 2 ആൾക്കാരുടെ എണ്ണം കുറയുക. പിന്നെ എന്താ പറയുന്നത്, ഇഫ് ദി LLP ഈസ് അണേബിൾ ടു ഡെപ്റ്റ് കടബാധ്യത കൊടുത്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോവുക. ഇഫ് ദി LLP ഹാസ് ആക്റ്റഡ് അഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, സോവറിനിറ്റി പറഞ്ഞാൽ പരമാധികാരി, ഇൻറ്റഗ്രിറ്റി ഇന്ത്യയുടെ നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക. ഇഫ് ദി LLP ഹാസ് മെയ്ഡ് ഇൻ ഡിഫോൾട്ടിങ് ശരിക്കും സമയത്തുള്ള ഫയൽസ് ഒന്നും രജിസ്ട്രാർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാതിരിക്കുക. If the tribunal is of the opinion that it is just and equitable എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയായ നീതി, equitable നീതി എന്താണ്, that the LLP is wound up, LLP വേണ്ടാന്ന് വെക്കുകയാണ് നല്ലത് എന്ന് തീരുമാനിക്കുന്നു. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം നമ്മുടെ സ്ഥാപനം തന്നെ തീരുമാനിക്കുന്നു, പിന്നെ ആൾക്കാരുടെ എണ്ണം കുറയുന്നു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, കടബാധ്യത എത്രയാച്ചെങ്കിൽ അത് നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരിക. എന്തിനനുസരിച്ച് എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദി സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മൾ ഫോമുകൾ ഫില്ല് ചെയ്യണം, അതൊന്നും ശരിക്കും സമയത്തിന് ഫില്ല് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്താവുന്നു, ട്രൈബ്യൂണൽ എന്ത് തീരുമാനിക്കുന്നു, ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ഓഫ് ദി LLP ഈസ് വൗണ്ട് അപ്പ്. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് LLP ആണ് ലാസ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ എടുക്കാനുള്ളത്. LLPയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണ് അതൊക്കെ ആ പോയിന്റ് പഠിച്ചാൽ മതി, സിമ്പിളാണ്, ബുദ്ധിമുട്ടില്ല കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ദി LLP എന്തൊക്കെ ഗുണങ്ങളാണ് പറയുന്നു. ഈസി ഫോർമേഷൻ, നമുക്ക് എളുപ്പത്തിൽ ഫോം ചെയ്യാം, ആകെ പോയിന്റ് പഠിച്ചാൽ മതി. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, ലാബിലിറ്റി ഈസ് ലിമിറ്റഡ്, പെർപ്പച്വൽ സക്സഷൻ. എന്താ ഈ പെർപ്പച്വൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സക്സഷൻ. പിന്നെ കമ്പൈൻ ബെനിഫിറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി. പിന്നെ ഫ്ലെക്സിബിലിറ്റി പറഞ്ഞാൽ ഡൈനാമിക് ആണ് അല്ലേ. ഡൈനാമിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എന്തൊക്കെ ചേഞ്ചസ് ആണോ മാറ്റങ്ങളാണോ കൊണ്ടുവരുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. സോ ഇറ്റ് ഈസ് എ ഡൈനാമിക്. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈസി ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഓണർഷിപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. ലോവർ റേറ്റ്, ടാക്സ് വളരെ കുറച്ചാണ് ഉള്ളൂ. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ്, പബ്ലിക് ഡിസ്ക്ലോഷർ, പിന്നെ ലെസ് ക്രെഡിബിലിറ്റി കുറവാണ്. റീറ്റെയിനിങ് പ്രോഫിറ്റ് ഓഫ് LLP ഈസ് നോട്ട് റീറ്റെയിൻ ചെയ്യാവുന്ന എന്താ പറഞ്ഞാൽ നീക്കി വയ്ക്കുക, ഉണ്ടാവുന്ന പ്രോഫിറ്റ് ഒന്നും നീക്കി വയ്ക്കുന്നില്ല. ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ലാബിലിറ്റി ആണുള്ളത്. ജോയിൻറ്റ് ലാബിലിറ്റി, ഇപ്പോൾ ബാധ്യതയുണ്ടായി നമുക്ക് ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ബാധ്യതയുണ്ടായാൽ അത് എല്ലാവരും ഒരേപോലെ സഹിക്കേണ്ടതായിട്ട് വരുന്നു അല്ലേ. അപ്പോൾ നെക്സ്റ്റ് അതാണ് അടുത്തൊരു ദോഷം നമുക്ക് പറയാനുള്ള, ജോയിൻറ്റ് ലാബിലിറ്റിയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് എടുക്കാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് തുടങ്ങിയത് പാർട്ട്ണർഷിപ്പ് എവിടുന്ന് മുതലാണ്? അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്ന രജിസ്ട്രേഷൻ മുതലാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. രജിസ്ട്രേഷൻസ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് ഡിഫറൻസ് പറഞ്ഞു, LLPയും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസവും കമ്പനിയും LLPയും തമ്മിലുള്ള വ്യത്യാസവും, പിന്നെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡിസൊല്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനം ഡിസോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരികയാണെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. ഓക്കെ.